Praise the Lord. ദൈവനാമത്തിന് സ്തോത്രം. Greetings to you in the matchless name of our Lord and Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. As we are gathered here to worship God and to praise Him. കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മൾ ഇവിടെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. So I would like to turn your attention in Hosea chapter 8. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഹോശേയ പ്രവചനം അതിന്റെ 8-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. In Hosea chapter 8, Israel deep-rooted idolatry and political alliances with foreign power and spiritual rebellion can be seen. ആ ഒരു പ്രവചനം നാം വായിക്കുമ്പോൾ അവിടെ നാം എങ്ങനെയാണ് ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറി വ്യഭിചാരവും മറ്റ് തിന്മയിലേക്കും വീഴുന്നത്, ആ വിഷയങ്ങളെക്കുറിച്ച് വായിക്കുവാൻ സാധിക്കും. This chapter presents a vivid image of Israel's refusal to follow one true God, and instead they follow the idols and the false gods. അവിടെ ഏക സത്യ ദൈവത്തെ ആ രീതിയിൽ അതിനെ വിശ്വസിക്കാതെ മറ്റു ദൈവങ്ങളുടെ പുറകെ പോകുന്ന ഒരു ജനത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. Hosea's message speaks directly to the issue of divided loyalty. അവർക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കൂറില്ലാതെ അത് പല ദൈവങ്ങളുടെ പുറകെ പോകുന്ന ഒരു ജനം. A problem that Israel faced then and that we are still struggling now. അന്ന് ഇസ്രായേൽ ജനം നേരിട്ട ആ ഒരു പ്രശ്നം ഇന്നും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. The central theme of this passage is you can serve two masters. ഈ ഒരു ഭാഗത്തിന്റെ ഒരു പ്രഥമമായിട്ടുള്ള ഒരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് യജമാനന്മാരെ നമുക്ക് സേവിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. It challenges us to examine our own heart, that whether we are truly submitted to a God or there's something else we are serving. നമ്മുടെ ഹൃദയത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്, നാം ഏകസത്യ ദൈവത്തെ ആ രീതിയിൽ അതിന്റെ പുറകെ പോകുമോ അതോ മറ്റ് ദൈവങ്ങൾ മറ്റ് സത്യങ്ങളുടെ പുറകെ നമ്മുടെ ജീവിതം കൊണ്ടുപോകുമോ എന്നുള്ളത്. So for that let us look into the verse 1 of this 8. 8-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. 8-ാം അധ്യായം 1-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ. Thank you. Hosea opens the chapter with the declaration of judgment. The trumpet here is called to when people signifying forthcoming danger. ഈ ഒരു അധ്യായത്തിന്റെ തുടക്കം തന്നെ ഹോശേയ പ്രവാചകൻ ആ ഒരു ന്യായത്തിന്റെ വാക്കുകൾ പറഞ്ഞാണ് തുടങ്ങുന്നത്. മുമ്പിലുള്ള ആ അപകടം താൻ സൂചിപ്പിക്കുകയാണ്. The eagle is a symbol of the enemy, reference to Assyria. കഴുകൻ അവിടെ ചിത്രീകരിക്കുന്നത് അസീറിയ രാജ്യത്ത് ആ ഒരു ശത്രുവിനെയാണ്, which would come to invade and take Israel into exile. അവര് കടന്നു വന്ന് ഇസ്രായേൽ ജനത്തെ കീഴടക്കി അവർ കൊണ്ടുപോകും. In verse 2, 3 and 4, 2, 3, 4 വാക്യങ്ങളിൽ we can see that Israel shall cry unto me, my God, we know thee. അവിടെ നാം വായിക്കുന്നത് ദൈവമേ, ഇസ്രായേൽ ആ രീതിയിൽ ദൈവത്തോട് കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്നുള്ളത്. But in verse 4 we can see they have set up kings but not by me, but they have made princes and I knew it not. 4-ാം വാക്യത്തിൽ വായിക്കുന്നു, അവർ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും ഒക്കെ വാഴിച്ചു, എന്നാൽ കർത്താവ് അത് അറിഞ്ഞിരുന്നില്ല. In these two verses we can see that Israel has abandoned its covenant with God. ഈ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കർത്താവിനോടുള്ള ഉടമ്പടി അവര് വിട്ടുകളഞ്ഞു. The people claim to know God, but their actions tells a different story. അവര് കർത്താവിനെ അറിയുന്നു എന്നവര് പറയുന്നു, എന്നാൽ അവരുടെ പ്രവൃത്തികൾ വ്യത്യസ്തമാണ്. God has given them His law, but they refuse to live according to it. കർത്താവിന്റെ നിയമം കർത്താവ് തന്റെ ജനത്തിന് കൊടുത്തു, എന്നാൽ അത് പ്രകാരം ജീവിക്കുവാൻ അവർ ശ്രദ്ധിച്ചില്ല. God's covenant was not just only external agreement, but it was internal obedience and submission to God. കർത്താവിന്റെ ആ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഴുതി വച്ചിരിക്കുന്ന ഒരു നിയമം മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട ഒന്നായിരുന്നു. They not only abandoned God's covenant, but they have pride too. അവര് ദൈവത്തിന്റെ ആ കൽപ്പനകൾ വിട്ടുകളഞ്ഞത് മാത്രമല്ല, മറിച്ച് അവരുടെ കാര്യങ്ങളിൽ പുകഴുവാനും ശ്രമിച്ചു. Israel claimed to know God is an hollow declaration. ഇസ്രായേൽ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നത് വളരെ പൊള്ളയായിട്ടുള്ള ഒരു ആഹ്വാനമായി അല്ലെങ്കിൽ ഒരു സത്യമായി തീർന്നു.
It's not enough to say that we know God, but true knowledge of God is reflected in life that submits to His command. കർത്താവിനെ അറിയുന്നു എന്ന് പറയുക മാത്രം അത് പറഞ്ഞാൽ പോരാ, മറിച്ച് സത്യസന്ധമായിട്ട് കർത്താവിന്റെ വഴികളിൽ നടക്കേണ്ടത് അത്യാവശ്യമാണ്. This kind of superficial relationship with God, just paying lip service, does not honor Him. നമ്മുടെ നാവും കൊണ്ട് കർത്താവിനെ അറിയുന്നു എന്ന് പറയുകയും നമ്മുടെ പ്രവൃത്തികൾ വ്യത്യസ്തമായിട്ട് പോവുകയും ചെയ്യുന്നത് അങ്ങനെ വരുവാൻ പാടില്ല. Now let's read verse 6. 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇസ്രായേലിന്റെ പണി തന്നെ ഒരു കൗശലപ്പണിക്കാരനെ ഉണ്ടാക്കി, അത് ദൈവമല്ല ശമര്യയുടെ പശുക്കിടാവ് മുങ്ങിപ്പോകും. Thank you. In verse 6, Hosea condemns Israel for worshipping idols that made by their own hands. അവിടെ 6-ാം വാക്യത്തിൽ ആ പ്രവാചകൻ പറയുകയാണ്, ഇസ്രായേൽ ജനത്തെ അവർ ശാസിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കൈകളാൽ പണിഞ്ഞ ആ ബിംബങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നു. These idols, though they are shaped in form by human effort, but there is no true help, but they can offer no true help and salvation. മനുഷ്യ കൈയാൽ പണിഞ്ഞ ആ ബിംബങ്ങൾ അത് സഹായിക്കുവാൻ കഴിവ് ഇല്ലാത്തവരാണ്, ദൈവമല്ലാത്തവരാണ്. Instead of trusting the God who rescued them from Egypt, they have chosen to trust in false god, the fruit of their own devices. മിസ്രൈമിൽ നിന്ന് അവരെ രക്ഷിച്ച് കൊണ്ടുവന്ന വിടുവിച്ച ദൈവത്തെ വിശ്വസിക്കാതെ അവർ തന്നെ കൈപ്പണിയായിട്ടുള്ള പണിഞ്ഞ ബിംബങ്ങളെ ആരാധിക്കുവാനും വിശ്വസിക്കുവാനും അവർ തുടങ്ങി. Are there idols in our lives that we are clinging to? നമ്മുടെ ജീവിതത്തിലും ആ രീതിയിലുള്ള വിഗ്രഹങ്ങൾ നാം നമ്മളോട് ചേർത്ത് പിടിക്കുന്ന വിഗ്രഹങ്ങളുണ്ടോ? Places we seek security, comfort or power that only God should occupy? ആ രീതിയിലുള്ള സംരക്ഷണം, നമ്മൾ ആ രീതിയിൽ അധികാരമൊക്കെയും ആ വിഗ്രഹങ്ങൾക്ക് കൊടുക്കാറുണ്ടോ? Are we trying to serve both God and something else like wealth, success and relationship? കർത്താവിനെയും ഈ ലോകത്തിലെ മറ്റ് ഏതെങ്കിലും സമ്പത്ത് അല്ലെങ്കിൽ പദവി അതിനെയും നാം ഒന്നിച്ച് സേവിക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ? Just as Israel couldn't serve both God and idols, we must examine where our true loyalty lies. ഇസ്രായേൽ ജനത്തിന് കർത്താവിനെയും ഈ വിഗ്രഹങ്ങളെയും ഒരുമിച്ച് ആരാധിക്കുവാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ നാമും നമ്മുടെ ജീവിതം പരിശോധിക്കണം, അങ്ങനെ ആവാതിരിക്കാൻ. Israel's sin was not just idolatry, but it was the fact they tried to serve both God and other god. ഇസ്രായേൽ ജനത്തിന്റെ പാപം വിഗ്രഹാരാധന മാത്രമല്ല, മറിച്ച് അവര് ദൈവത്തെയും മറ്റ് കാര്യങ്ങളെയും സേവിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. They had divided loyalties. അവരുടെ ആ കൂറ് അതിന് ഒരു വിഭജനമുണ്ടായി. And the consequence was disastrous. അതിന്റെ പരിണാമങ്ങൾ വളരെ അപകടകരമായി തീർന്നു. Jesus spoke similarly in Matthew 6 verse 24. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ സമമായിട്ടുള്ള ആശയം നമുക്ക് കാണുവാൻ സാധിക്കും. No one can serve two masters, and you cannot serve God and money. അവിടെ നാം വായിക്കുന്നത്, ഒരുത്തന് 2 യജമാനന്മാരെ സേവിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ആ രീതിയിൽ പണത്തെയും ലോകത്തെയും ദൈവത്തെയും നമുക്ക് സേവിക്കുവാൻ സാധ്യമല്ല. God demands our full devotion, and He will not share His throne with anyone or anything else. നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഭക്തി കർത്താവ് ആഗ്രഹിക്കുന്നു. അത് മറ്റുള്ളവരുമായിട്ട് മറ്റെന്തുമായിട്ടും അതിനെ വിഭജിച്ച് കൊടുക്കുവാൻ അത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. As we reflect on this passage, let us examine our heart. Are we attempting to serve God while simultaneously placing our trust in things that we cannot satisfy or save? നമ്മെ തന്നെ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ എങ്ങനെയാണ്? നാം ദൈവത്തിൽ മാത്രമാണോ ആശ്രയിക്കുന്നത്, അതോ മറ്റ് ഏതെങ്കിലും കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ടോ? Like Israel, we are called to worship and trust one true God and to abandon all the idols. കർത്താവ് ഇസ്രായേൽ ജനത്തോട് ആഗ്രഹിച്ചതുപോലെ ഏക സത്യ ദൈവത്തെ ആശ്രയിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വിഗ്രഹാരാധന ചെയ്യാതിരിക്കുവാനും ആഗ്രഹിക്കുന്നു. There is no middle ground. അതിന്റെ മധ്യത്തിൽ ഒരു സ്ഥലവുമില്ല. God is our one and only master. കർത്താവ് നമ്മുടെ ഏകനായിട്ടുള്ള ഒരു യജമാനനാണ്. Or we are left to reap the whirlwind of divided allegiance. നാം ഈ ലോകത്തിന്റെ ഈ വിഭജിച്ച സ്നേഹം കൊടുക്കുവാൻ പാടില്ല. Let us choose this day that whom we will serve. ഇന്ന് നമുക്ക് തീരുമാനിക്കാം നാം ആരെ സേവിക്കും എന്നുള്ളത്. The choice is ours. തീരുമാനം നമ്മുടെയാണ്. May we be found faithful, wholly devoted to the Lord. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിട്ടും ദൈവഭക്തരായിട്ടും കർത്താവ് നമ്മെ കാണുവാൻ ഇടയായി തീരട്ടെ. May the God's name be glorified. ദൈവനാമത്തിന്